സാർ അവക്കെല്ലാം മനസ്സിലായി. ഇവിടുന്ന് ഓടുക. Kill her. But sir, we can do that. She is... Do what I say. Just kill her. Okay, boss. No one can pull me down. ആരും അത് വിചാരിക്കാൻ പോലും പാടില്ല. നീയല്ല ആര് വിചാരിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ സുഖമായിട്ട് ഉറങ്ങിക്കോ, എന്നേക്കുമായിട്ട്. No sleep, no sleep, no sleep. Tryna do my thing, but you always got me in too deep. Can't breathe, can't breathe, can't breathe. You keep making faces that I don't wanna see. I don't like the way you talk to me, saying you can talk to me however you like. I know that ain't right. I don't like the way you talk to me, saying you can talk to me however you like. I know that ain't right. Everything you say make me look the other way. I don't wanna know, so I'ma let it fade. Baby, I got issues, but I love myself. I got issues, but I love myself. ഓക്കെ, സോ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കല്ലിങ്കൽ ഫാമിലിയിൽ ആരൊക്കെയുണ്ട് എന്നാണെന്ന് പറഞ്ഞു തരാം. ഇത് ജോഹാൻ കല്ലിങ്കൽ, KJ കമ്പനിയുടെ ഫൗണ്ടർ പ്ലസ് ഓണർ, നമ്മുടെ കല്ലിങ്കൽ ഫാമിലിയിലെ നെടുന്തൂണ്. My heart is still pounding with an drum. ഇത് പ്രിയ കല്ലിങ്കൽ, കല്ലിങ്കൽ ജ്വല്ലേഴ്സിലെ ചീഫ് ഡിസൈനർ പ്ലസ് ഓണറാണ് ഈ പ്രിയ കല്ലിങ്കൽ. പ്രിയയാണ് നമ്മുടെ ജോഹാന്റെ ഭാര്യ. ഈ കല്ലിങ്കൽ ഫാമിലിനെ ഒതുക്കി കയ്യിൽ കൊണ്ടുപോകാൻ നമ്മുടെ പ്രിയയ്ക്ക് മാത്രമേ പറ്റൂ. ഇവളുടെ ഒരു നോട്ടം മതി ആ ഫാമിലിയിലെ എല്ലാവരും വരച്ച വരയിൽ നിൽക്കും. ഇത് റയാൻ കല്ലിങ്കൽ, ജോഹാൻ കല്ലിങ്കലിന്റെയും പ്രിയ കല്ലിങ്കലിന്റെയും മൂത്തപുത്രൻ. എല്ലാ മക്കളെയും ഒരേപോലെ സ്നേഹിക്കുന്ന കല്ലിങ്കൽ ഫാമിലിക്ക് കിട്ടിയ തങ്കക്കുടം. 24 എന്ന യങ് ഏജിൽ ഗ്ലോബലി റീച്ചുള്ള ഏഷ്യയിലെ ടോപ്പ് 5 കമ്പനികളിലൊന്നാണ്. ഡിഫറെൻറ്റ് പ്ലേസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ബ്രാഞ്ചുള്ള ലൈക്ക് ഫാഷൻ, കൺസ്ട്രക്ഷൻ, IT, മെഡിക്കൽ ഫീൽഡ്, ലോ എന്നിങ്ങനെ തിളങ്ങി നിൽക്കുന്ന കമ്പനിയുമായ JJK കമ്പനിയുടെ ഫൗണ്ടർ പ്ലസ് ഓണറാണ് റയാൻ. 18-ാം വയസ്സിൽ അച്ഛൻ്റെ കൂടെ കമ്പനിയിൽ ഒരു കൗതുകത്തിന് വർക്ക് ചെയ്യാൻ തുടങ്ങിയ റയാൻ പഠിത്തത്തിനൊപ്പം തനിക്കായിട്ട് ഒരു ലോകം സൃഷ്ടിക്കാൻ തുടങ്ങി. തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി കൂടെയായപ്പോൾ എല്ലാം നിസ്സാരം. 21-ാം വയസ്സിൽ ബിസിനസ് ഡിഗ്രി പൂർത്തിയാക്കിയ റയാൻ 23-ാം വയസ്സിൽ ടോപ്പ് 5 കമ്പനികളുടെ പട്ടികയിൽ ടോപ്പ് 2 സ്ഥാനം തൻ്റെ കമ്പനിയുടെ പേരിൽ ആക്കിയിരുന്നു. അവളുടെ ആറ്റിറ്റ്യൂഡ് വേറെ ലെവലാണ്. ഇത്രയും വയസ്സായിട്ടും അദ്ദേഹം കല്യാണം കഴിച്ചില്ല, ഇപ്പോഴും സിംഗിളാണ് എന്നതാണ് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു പ്രത്യേകത.
ഇത് അലാൻ കല്ലിങ്കൽ, ജോഹാൻ കല്ലിങ്കലിൻ്റെയും പ്രിയ കല്ലിങ്കലിൻ്റെയും രണ്ടാമത്തെ പുത്രൻ. റയാൻ തൻ്റെ ഫ്യൂച്ചറിലും തൻ്റെ ഡ്രീമിലും ഫോക്കസ്ഡ് ആയിരുന്നപ്പോൾ അലാൻ തൻ്റെ ജീവിതം ജീവിച്ചു തീർക്കാനാണ് ശ്രമിച്ചത്. ആള് ജീവിതം ആസ്വദിക്കേണ്ടതിൻ്റെ പരമാവധി ആസ്വദിച്ചു. ബട്ട് ഇപ്പോൾ തൻ്റെ ചേട്ടനെ റോൾ മോഡലാക്കിയാണ് ജീവിതം. ബട്ട് ഇപ്പോൾ അയാൾ കമ്മിറ്റഡ് ആണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് കല്യാണം കഴിക്കേണ്ടി വന്നു. Friends tell me that you love me more than hate me all the time, and you're still mine. ഇത് കൃതിക കുമാർ, ഒരു പോലീസ് കോൺസ്റ്റബിളായ കിരൺ കുമാറിൻ്റെയും ഹൗസ് വൈഫായ ജയാകുമാറിന് ഒരേ ഒരു സന്താനം. ബട്ട് ഇപ്പോൾ കൃതിക കല്ലിങ്കൽ, അലാൻ കല്ലിങ്കലിൻ്റെ ഭാര്യ. കല്ലിങ്കൽ ഫാമിലിയിലെ രണ്ടാമത്തെ മരുമോൾ. ആദ്യത്തെ ആള് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ബട്ട് ഇവള് രണ്ടാമത്തെ മരുമോൾ തന്നെയാണ്. കല്യാണം പെട്ടെന്നായിരുന്നെങ്കിലും എല്ലാം ഒരു ട്രാജഡി ആയിരുന്നെങ്കിലും ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഇവളെ രണ്ടാമത്തെ മരുമോളായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. മരുമോളല്ല, മകൾ തന്നെ എന്ന് പറയാം. ഈ സ്റ്റോറിയിൽ അറിഞ്ഞിരിക്കേണ്ട ബാക്കി 3 ആൾക്കാരെയും കൂടെ പരിചയപ്പെടുത്താം. അവരെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. എങ്കിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് കെവിൻ മാത്യു, സിറ്റിയിലെ നമ്പർ 1 ക്രിമിനൽ ലോയറായ യാദവ് മാത്യുവിൻ്റെയും ഹൈക്കോടതി ജഡ്ജിയായ ജോൽ മാത്യുവിൻ്റെയും മൂത്ത മകൻ. താരത്തിന് ഒരു സഹോദരി കൂടെയുണ്ട്, ലീന മാത്യു. ഇദ്ദേഹമാണ് നമ്മുടെ അലാൻ കല്ലിങ്കലിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. 10 വയസ്സ് മുതലുള്ള സുഹൃത്ത് ബന്ധമാണ്. ഇതുവരയ്ക്കും കട്ട ഫ്രണ്ട്സാണ്, സോൾമേറ്റ്. ഇരുവർക്കും 10 വയസ്സുള്ളപ്പോൾ KJ കമ്പനിയുടെ എന്തോ ഒരു ലീഗലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് യാദവിൻ്റെ അടുത്ത് ജോൺ എത്തിയത്. അങ്ങനെ അവിടെ നിന്നാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടായത്. ഇത് ഡയാന ജോൺ, ഡോക്ടർ ഓഫ് രാഹുൽ ജോൺ ആൻഡ് പ്രീത ജോൺ. ഈ സിറ്റിയിലെ നമ്പർ 1 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഓണർ പ്ലസ് ഡോക്ടറായ രാഹുലിൻ്റെയും JK കമ്പനിയുടെ കൺസ്ട്രക്ഷൻ വിങ്ങിലെ ഒരു ഇൻറ്റീരിയർ ഡിസൈനറായ പ്രീത ജോണിൻ്റെയും ഒരേ ഒരു അരുമപുത്രി. KDIയിലെ ഡയാന, കൃതികയുടെയും ഐറിൻ്റെയും ബെസ്റ്റ് ഫ്രണ്ട്. ഇത് ഐറിൻ തോമസ്. ഇയാളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ബട്ട് 3rd ഇയറിലാണ് ഇവർ തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ആള് ആദ്യം കുറെ ഇൻട്രോവേർഡ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ ഇവരോട് നന്നായിട്ട് ഇണങ്ങി. ബാക്കി വഴി അറിയാം.
का भी स्याहियाँ रंग जाऊं रंग रंग जाऊं रे हाँ रे मैं तुझ पे मैं झर 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 जाऊं हाँ रे हूँ पिया बस तेरी मैं हो झूले तो खरी ഓ, തമ്പുരാട്ടി ഉറങ്ങുവാണോ? സൂര്യൻ തലയ്ക്ക് മീതെ വന്നിട്ടും ഒരനക്കവും ഇല്ലല്ലോ. ഇനി എങ്ങാനും ഇവള് ഏയ് അതിന് ചാൻസ് ഇല്ല. എങ്ങാനും കാലൻ ഇവളെ കൊണ്ടുപോകാൻ വന്നാലും ഇവള് വായി തുറക്കുമ്പോൾ തന്നെ അങ്ങേരെ ജീവന് അങ്ങേരെ പോത്തിൻ്റെ ജീവനും കൊണ്ട് പോകും. പിന്നെ ഇവളുടെ 7 അയൽവക്കത്ത് വരില്ല. അയ്യോ, കിടക്കണ കട കണ്ട ഇത് കണ്ട ആരെങ്കിലും പറയോ ഇന്നലെ എന്നെ ഫ്ലോറിൽ കിടത്തിയിട്ട് എൻ്റെ സ്ഥലം കൈക്കലാക്കിയെന്ന്? എന്തൊക്കെയായിരുന്നു ഇന്നലെ? അതിനൊരു പണി കൊടുക്കണമല്ലോ. മോള് ഉറങ്ങാൻ കിട്ടുന്ന ഈ 1 മിനിറ്റ് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഈ ഫർത്തു ഇപ്പം വരാം. ഹേ കൃതിക, എഴുന്നേൽക്ക്. ദേ നോക്ക്, യൂണിവേഴ്സിറ്റി പോകാൻ ടൈമായി. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ? ഫസ്റ്റ് ഡേ തന്നെ താമസിക്കണോ? പ്ലീസ് 5 minutes more. ഏയ് പറ്റില്ല. ദേ പെട്ടെന്ന് എഴുന്നേറ്റ്. Please leave me alone. എലോൺ അല്ല അലാൻ. യു ഗിവ് മീ നോ ചോയ്സ്. ഹിയർ യു ഗോ. അമ്മേ, വെള്ളപ്പൊക്കം, സുനാമി. Oops, sorry. എടോ മുയലേ, തനിക്ക് രാവിലെ തന്നെ എന്തിൻ്റെ കേടാടോ? മുയൽ നിന്റെ കെട്ടിയോനടി, നീ അങ്ങേരെ പോയി വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ കെട്ടിയവനോട് തന്നെയാടോ മുയലെന്ന് വിളിച്ച്? തനിക്കെന്തെങ്കിലും ഡൗട്ടുണ്ടോ? നിന്റെ നല്ല കാലം, എൻ്റെ മോശം കാലം, എന്ത് ചെയ്യാനാ? നല്ല കാലവും മോശം കാലവും ഒക്കെ പിന്നെയും നമുക്ക് ആലോചിക്കാം. ഇപ്പം താൻ പറ, താനിത് മനഃപൂർവ്വം ചെയ്തല്ലേടോ? ഷേ വൈഫി, ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുന്ന തനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ തന്നെയാണ് ചെയ്തത്, അതും മനഃപൂർവ്വം. തനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ താൻ പോയി ചെയ്യേ. ബട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ 2 times വിളിച്ചു. യു ലെഫ്റ്റ് മീ വിത്ത് നോ ചോയ്സ്. സോറി വൈഫി, ഈ ഫർത്തുവിനെ തന്നെ എഴുന്നേൽപ്പിക്കാൻ വേറെ ഒരു വഴിയില്ലായിരുന്നു. ഓ, തന്നെ ഞാനിന്ന് ഏയ് രാവിലെ തന്നെ തൻ്റെ എനർജി മുഴുവനും കളയാതെ ഏട്ടായിക്ക് ഇന്നിടാനുള്ള ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുക. ഈ ഫർത്ത് കുളിച്ചിട്ട് വേഗം വരാം. കണ്ടില്ലേ, ജിമ്മി നാക്കി വീർത്തു. ഇനി ഒരു കുളി പാസ്സാക്കട്ടെ. ഓ, ഏത് സമയത്ത്? രാവിലെ എൻ്റെ ഉറക്കം കളഞ്ഞതും പോരാഞ്ഞിട്ട് അങ്ങേർക്ക് ഞാനെൻ്റെ ഫത്ര സേഫ് ഓട് ചെയ്യാം. എൻ്റെ പട്ടി. ഓ, അതിനെന്താ, ചെയ്യാമല്ലോ. തൻ്റെ ഷർട്ട് ഇപ്പം ശരിയായി തരാം. ഇനി കാണാം എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കുമെന്ന്. എനിക്കെന്ത് ചെയ്യാൻ പറ്റാമെന്നല്ലേ കാണിച്ചു തരാം. എന്തോ കരിഞ്ഞ സ്മെല്ലല്ലേ അടിക്കുന്നത്. ഇനിയെങ്ങാനും ആ വീട്. ഓ ഷിറ്റ്. ഡി അമ്മേ, പൂച്ചാണ്ടി. ഇപ്പം തോന്നുന്നു വേണ്ടായിരുന്നു എന്ന്. ഇങ്ങേരെ എത്ര പേടിപ്പിച്ചാലും നീ വിട്ടുകൊടുക്കരുത് കൃതിക. ഓപ്സ്, സോറി. ഹൗ ഡെയർ യു. എന്താ ഭർത്തു ഇങ്ങനെ? താനല്ലേ പറഞ്ഞത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ. ഹിയർ യു ഗോ. യു വിൽ റിഗ്രറ്റ് ഇറ്റ്. ആ, ആയിക്കോട്ടെ.